എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമിയുടെ ഒരു പുതിയ ഓൺലൈൻ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൗണ്ടിങ് തിയറി ആണ്. കൗണ്ടിങ് തിയറിയുടെ ഫസ്റ്റ് പാർട്ടാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. സിലബസ് പ്രകാരം സിലബസിൽ ആദ്യം പറയുന്നത് ഒന്ന് റൂൾ ഓഫ് തമ്മും പിന്നെ റൂൾ ഓഫ് പ്രോഡക്റ്റും ആണ് സിലബസിൽ ആദ്യം പറയുന്നത്. സിലബസ് പ്രകാരം ഫസ്റ്റ് നമുക്ക് ആദ്യം എന്താ നോക്കാം, റൂൾ ഓഫ് സം എന്താണ് എന്ന് നോക്കാം. ഓക്കെ, വളരെ സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരുന്നത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ആ ഒരു ഭാഗത്തു നിന്നായിരിക്കും ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ വരുന്നത്. റൂൾ ഓഫ് സം സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കുക. കാരണം അവിടെ നിന്നാണ് ഈ പറയുന്ന കൗണ്ടിങ് തിയറി ആരംഭിക്കുന്നത്. ഓക്കെ, റൂൾ ഓഫ് സം എന്ന് പറഞ്ഞാൽ അതായത് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കണേ, ഒരു ക്ലാസ്സിൽ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട്. നമുക്ക് ഏകദേശം എങ്ങനെ എടുക്കാം, ഒരു 10 ബോയ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. 10 ബോയ്സ് ഉണ്ട്. ഓക്കെ, 10 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട് എന്ന് വിചാരിക്കാം. ഒരു ക്ലാസ്സിൽ 10 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട്. ഓക്കെ, അതിനകത്ത് റൂൾ ഓഫ് സം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത് ഒരാളെ സെലക്ട് ചെയ്യണം. ആ ഒരാളെ സെലക്ട് ചെയ്യുന്നത് മേ ബി ക്ലാസ് ലീഡർ ആക്കാനാണെന്ന് വെച്ചോളൂ. ക്ലാസ് ലീഡർ ആക്കാൻ ഒരാളെ സെലക്ട് ചെയ്യണം. എനിക്ക് എത്ര വഴികളിലൂടെ സെലക്ട് ചെയ്യാം എന്ന് നിങ്ങൾ ആലോചിക്കുക. ക്ലാസ് ലീഡർ ആക്കാൻ ഒരാളെ സെലക്ട് ചെയ്യണമെങ്കിൽ എനിക്ക് എത്ര വഴികളിലൂടെ ഒരാളെ സെലക്ട് ചെയ്യാം. ഓക്കെ, എത്ര വഴികളിലൂടെ സെലക്ട് ചെയ്യാം? അതായത് ക്ലാസ്സിൽ മൊത്തം 30 പേരുണ്ട്. 30 പേരിൽ നിന്ന് ഒരാളെ എടുക്കാൻ 30 വഴികളുണ്ട്. ശരിയല്ലേ? ആദ്യം ബോയ്സിൽ ആദ്യത്തെ ബോയിയെ വേണമെങ്കിൽ എടുക്കാം, രണ്ടാമത്തെ ബോയിയെ എടുക്കാം, അങ്ങനെ 10ാമത്തെ ബോയിയെ വേണമെങ്കിൽ എടുക്കാം. അപ്പൊ തന്നെ 10 വഴികളായി. പിന്നെ അടുത്ത ഗേളിനെ എടുക്കാം, അടുത്ത ഗേളിനെ എടുക്കാം, അങ്ങനെ 20 ഗേൾസിനെ വേണമെങ്കിലും എടുക്കാം, അല്ലെ? അപ്പൊ മൊത്തത്തിൽ 10 + 20 30 വഴികളുണ്ട് സെലക്ട് ചെയ്യാൻ, അല്ലെ? സെലക്ടിങ് വൺ പേഴ്സൺ എത്ര വഴികളുണ്ട്? ഒരാളെ നമുക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10 + 20 30 വേസ് ഉണ്ട്, അല്ലെ? 30 വഴികളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഒരാളെ സെലക്ട് ചെയ്യാം. ശരിയാണല്ലോ? 30 വഴികളിലൂടെ നമുക്ക് ഒരാളെ സെലക്ട് ചെയ്യാം. ഇതിനെ വിളിക്കുന്ന പേരാണ് റൂൾ ഓഫ് സം എന്ന് പറയുന്നത്. എന്താണ് റൂൾ ഓഫ് സം? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കുക. അതിന്റെ ഡെഫിനിഷൻ ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. If a first task can be performed in m ways, ഒരു ടാസ്ക് നമ്മൾ m വേസിൽ പെർഫോം ചെയ്യണം. സെക്കൻഡ് ടാസ്ക് നമ്മൾ n വേസിൽ പെർഫോം ചെയ്യണം. ഓക്കെ, അതായത് ഒരാളെ എടുക്കുമ്പോഴത്തേക്കിനും അത് ബോയ്സിൽ നിന്നാവാം ഗേൾസിൽ നിന്നാവാം. ബോയ്സ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ടാസ്ക്, അത് 10 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഗേൾസ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ടാസ്ക്, അത് 20 വേസിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ശരിയാണല്ലോ? ആൻഡ് ഈ രണ്ട് ടാസ്കുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സൈമിൾട്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റില്ല. അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. റൂൾ ഓഫ് സമ്മും റൂൾ ഓഫ് പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, സൈമിൾട്ടേനിയസ് ആയിട്ടല്ല നമ്മൾ ഇത് പെർഫോം ചെയ്യുന്നത്, അല്ലെ? ഒരാളെ എടുക്കാനുള്ള വഴി നമ്മൾ നോക്കുമ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ടല്ല നമ്മൾ അത് നോക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. റൂൾ ഓഫ് സം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് സൈമിൾട്ടേനിയസ്. റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സൈമിൾട്ടേനിയസ് ആയിരിക്കും. അപ്പൊ അത് ഒരു ബേസിക് ഡിഫറൻസ് ആണ്. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, then total number of ways of performing that task or accomplishing that task എന്ന് പറയുന്നത് എത്ര വഴികളിലായിരിക്കും? m + n വഴികളിലൂടെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? റൂൾ ഓഫ് സം എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ m വേസ് ഉണ്ട്, മറ്റൊരു ടാസ്ക് പെർഫോം ചെയ്യാൻ n വേസ് ഉണ്ട്. ഈ രണ്ട് ടാസ്കുകളും സൈമിൾട്ടേനിയസ് ആയിട്ടല്ല നമ്മൾ പെർഫോം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടാസ്ക് മൊത്തത്തിൽ പെർഫോം ചെയ്യാൻ എത്ര വഴികളുണ്ട് എന്ന് ചോദിച്ചാൽ m + n വഴികളാണ് ഉള്ളത്, അല്ലെ? m + n വേസ് ഉണ്ട് ഒരു ടാസ്ക് പെർഫോം ചെയ്യാൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതാണ് റൂൾ ഓഫ് സം എന്ന് പറയുന്നത്. ഇനി റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നോക്കിയാൽ മതി. ഇതേ ഒരു ക്ലാസ്സിൽ നമുക്ക് ഇതേ എക്സാമ്പിൾ തന്നെ പറയാം. 10 ബോയ്സ് ഉണ്ട് ആൻഡ് 20 ഗേൾസ് ഉണ്ട്. 10 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഇതിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യണം.
ഇതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. 10 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട്. 2 പേരെ സെലക്ട് ചെയ്യണം. ആ 2 പേരെ സെലക്ട് ചെയ്യുന്നതിന് ഒരു ക്രൈറ്റീരിയൻ ഉണ്ട്. ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒരു ബോയും ഒരു ഗേളും ആയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഓക്കെ. അപ്പൊ സെലക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് വരും? കോമ്പിനേഷൻ എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. തൽക്കാലം കോമ്പിനേഷനിലേക്ക് ഒന്നും പോകണ്ട. ജസ്റ്റ് ഈ ഒരു പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമുക്ക് ഈ പ്രിൻസിപ്പിൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഡയറക്ട്ലി യു ക്യാൻ ഗോ വിത്ത് കോമ്പിനേഷൻ. ഓക്കെ. അപ്പൊ ഇത് റൂൾ ഓഫ് പ്രോഡക്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയും. ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ബേസിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. നമ്മുടെ കയ്യിൽ 10 ബോയ്സ് ഉണ്ട്, 20 ഗേൾസ് ഉണ്ട്. എനിക്ക് 2 പേരെ സെലക്ട് ചെയ്യണം. 2 പേഴ്സൺസ് അല്ലെങ്കിൽ 2 സ്റ്റുഡൻസിനെ നമുക്ക് സെലക്ട് ചെയ്യണം എന്ന് വിചാരിക്കാം. അതിനകത്ത് ഒരു ക്രൈറ്റീരിയൻ ഒരു ബോയ് ഉണ്ടാവണം, ഒരു ഗേളും ഉണ്ടാവണം. ഓക്കെ. ഒരു ബോയ് ഉണ്ടാവണം, ഒരു ഗേളും ഉണ്ടാവണം. ഈ രീതിയിൽ വേണം എനിക്ക് എന്ത് ചെയ്യാനായിട്ട്? സെലക്ട് ചെയ്യാനായിട്ട്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടാസ്ക് എനിക്ക് എത്ര വഴികളിലൂടെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചോ. ഓക്കെ. സിമ്പിൾ ആയിട്ട് ശ്രദ്ധിച്ചേ. ഞാൻ ഒരു ബോയിനെ എടുക്കും. ഓക്കെ. ഒരു ബോയിനെ ഞാൻ B1 എന്ന് വിളിക്കുകയാണ്. B1 എന്ന് പറഞ്ഞാൽ ഒരു ബോയിയെ ഞാൻ സെലക്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ബോയ്ക്ക് ഒരു ബോയെ എടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് ഒരു ഗേളിനെ എടുക്കണം. ശരിയല്ലേ? അങ്ങനെ അപ്പുറത്തുനിന്ന് ഒരു G1 എന്നുള്ള ഗേളിനെ സെലക്ട് ചെയ്തു. ഇതേ ബോയ് 1 എടുക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് വേണമെങ്കിൽ G2 എടുക്കാം. ശരിയല്ലേ? അങ്ങനെ പോയി ഇതേ ഫസ്റ്റ് ബോയിനെ എടുക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് G20 വരെ എടുക്കാം. അല്ലെ? 20ാമത്തെ ഗേളിനെ വരെ എനിക്ക് സെലക്ട് ചെയ്യാം. അപ്പൊ ആ ഒരു സെറ്റ് നോക്കുമ്പോൾ തന്നെ മൊത്തം എത്ര രീതിയിൽ നമുക്ക് ആ ഒരു സെലക്ഷൻ ചെയ്യാൻ പറ്റും? 20 വേസ് ഉണ്ട്. ഒരു ബോയിയെ വെച്ച് തന്നെ സെലക്ട് ചെയ്യാൻ 20 വേസ് ഉണ്ട്. ശരിയല്ലേ? അതേപോലെ B2 എന്ന് പറയുന്ന ബോയ്ക്കും ഇതേപോലെ എത്ര വേസ് ഉണ്ടായിരിക്കും? 20 വേസ് ഉണ്ടായിരിക്കും. B3 എന്ന് പറയുന്ന ബോയ്ക്കും ഇതേപോലെ 20 വേസ് ഉണ്ടായിരിക്കും. അതേപോലെ B10 10 ബോയ്സ് ആണല്ലോ, എക്സെട്ര പോയി അവസാനം 10 ബോയ്സിനും ഇതേപോലെ 20 വേസ് ഉണ്ടായിരിക്കും. അല്ലെ? അപ്പൊ മൊത്തത്തില് ടോട്ടൽ നമ്പർ ഓഫ് വേസ് എന്ന് പറയുന്നത് എത്രയാണ്? 20 എത്ര പ്രാവശ്യം വരും? 10 പ്രാവശ്യം വരും. അല്ലെ? അതായത് 20 × 10. മൊത്തത്തിൽ എത്ര വേസ് ഉണ്ടായിരിക്കും? 200 വേസ് ഉണ്ടായിരിക്കും ഇത് സെലക്ഷൻ ചെയ്യാൻ. അല്ലെ? 200 രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതിനെയാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്ന് പറയുന്നത്. എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്? ഇഫ് എ ടാസ്ക് ഈസ് പെർഫോംഡ് ഇൻ n ways and followed by another task performed in n ways, then the total number of ways of performing that particular task is m into n. ആ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള മൊത്തം വഴികൾ എന്താണ്? m into n ways ആണ്. mn ways എന്ന് പറയും. ഓക്കെ. ഇതാണ് എന്തെന്ന് പറയുന്നത്? ദ റൂൾ ഓഫ് പ്രോഡക്റ്റ്. റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിന്റെ ഡെഫിനേഷൻ ഒന്ന് വായിച്ചു നോക്കുക. ഇഫ് എ പ്രൊസീജിയർ ക്യാൻ ബി ബ്രോക്കൺ ഡൗൺ ഇൻടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജസ്. ഫസ്റ്റും സെക്കൻഡും തന്നെ ആവണമെന്നില്ല. ഫർദർ ഇതിന്റെ എക്സ്റ്റൻഷനും ഉണ്ട് കേട്ടോ. റൂൾ ഓഫ് സമ്മിനും എക്സ്റ്റൻഷൻ ഉണ്ട്, റൂൾ ഓഫ് പ്രോഡക്റ്റിനും എക്സ്റ്റൻഷൻ ഉണ്ട്. റൂൾ ഓഫ് സം m+n എന്ന് പറയുന്ന പോലെ ഫർദർ ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ n1 n2 n3 അങ്ങനെ കുറച്ച് കേസസ് ഉണ്ടെങ്കിൽ n1 + n2 + n3 + എക്സെട്ര അങ്ങനെ പോകും. അതേപോലെ റൂൾ ഓഫ് പ്രോഡക്റ്റ് m n മാത്രമല്ല, കുറച്ചാണ് mn p q r s t ഉണ്ടെന്ന് വെച്ചോളൂ. m × n × p × q × r × s × t. അത് അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. അതായത് m ways of selection followed by n and that is followed by p that is followed by q. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ mn p q ആയിരിക്കും ടോട്ടൽ ways of selection എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഇവിടെ നമുക്ക് ഡെഫിനിഷൻ പറയുമ്പോൾ 2 കേസ് ആയിട്ട് പറഞ്ഞാൽ മതി. ഒരു പ്രൊസീജിയർ നമ്മൾ 2 ആയിട്ട് ബ്രോക്കൺ ഡൗൺ ചെയ്യുന്നു. ആദ്യത്തെ ചെയ്യാൻ നമുക്ക് m പോസിബിൾ വേസ് ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ടാമത്തെ ടാസ്ക് ചെയ്യാനായിട്ട് നമുക്ക് n പോസിബിൾ വേസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഫോർ വൺ സ്റ്റേജ് and if for each of these outcomes there are n possible outcomes for the second stage. Okay. Then total procedure can be carried out in the designed order mn ways. Totally അത് ചെയ്യാൻ എത്ര വഴികൾ ഉണ്ടായിരിക്കും? mn ways ഉണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ സംഭവം ചെയ്യാൻ m ways, followed by another one ചെയ്യാൻ n ways, ടോട്ടലി അത് പെർഫോം ചെയ്യാൻ എത്ര ways ഉണ്ടായിരിക്കും? mn ways ഉണ്ടായിരിക്കും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. Yes, this is what is called fundamental principle of counting. എന്താണ്? Fundamental principle of
കൗണ്ടിങ്. ഇതിനെയാണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ റൂൾ ഓഫ് സമ്മിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഓർ ഓപ്പറേഷൻ ആണ്. ഓർ എന്ന് പറഞ്ഞാൽ അഡിഷൻ അല്ലെ, ഓർ ഓപ്പറേഷൻ ആണ്. റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആൻഡ് ഓപ്പറേഷൻ ആണ്. ആൻഡ് ഓപ്പറേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താണ് റൂൾ ഓഫ് സം എന്ന് പറഞ്ഞു, എന്താണ് റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതിലെ ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. ഹൗ മെനി 3-digit numbers that can be formed from the digits 1, 2, 3, 4 and 5? നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഇത്രയും നമ്പേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ഫോം ചെയ്യണം? 3-digit നമ്പേഴ്സ് ഫോം ചെയ്യണം അല്ലെ? 3-digit നമ്പേഴ്സ് ഫോം ചെയ്യണം. അസ്യൂമിങ് ദാറ്റ് ഫസ്റ്റ് വൺ റെപ്പിറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ്സ് അലൗഡ്. ഈ ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യാമെങ്കിൽ, റെപ്പിറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ്സ് അലൗഡ് ആണെങ്കിൽ എനിക്ക് എത്ര രീതിയിൽ ഫോം ചെയ്യാം? അപ്പൊ എപ്പോഴും ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം ജസ്റ്റ് ഇങ്ങനെ ബോക്സ് വെച്ച് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും. നമുക്ക് ഫോം ചെയ്യേണ്ടത് ഒരു 3-digit നമ്പർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഒരു 3 ബോക്സ് ഇങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഫോം ചെയ്യേണ്ട ഒരു 3-digit നമ്പർ ആണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ് വരയ്ക്കാം. ഓക്കെ, ഇനി ഓരോ ബോക്സും എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിജിറ്റ്സ് എല്ലാം റിപ്പറ്റീഷൻ അലൗഡ് ആണ്. അപ്പൊ ഈ 5 ഡിജിറ്റിലെ ഏത് ഡിജിറ്റ് വേണമെങ്കിലും എനിക്ക് ഈ വൺസ് പ്ലേസിൽ കൊടുക്കാം. ശരിയല്ലേ? ഈ 5 ഡിജിറ്റിലെ ഏത് ഡിജിറ്റ് വേണമെങ്കിലും ഇവിടെയും ഫില്ല് ചെയ്യാം. 5 ഡിജിറ്റിലെ ഏത് ഡിജിറ്റ് വേണമെങ്കിലും ഈ ബോക്സിലും ഫില്ല് ചെയ്യാം. ശരിയാണല്ലോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. കാരണം ഒരു പ്രാവശ്യം വന്ന ഡിജിറ്റ് വീണ്ടും വരുന്നതിന് പ്രശ്നമില്ല. ജസ്റ്റ് ഒരു 3-digit നമ്പർ കിട്ടണമെന്നേ ഉള്ളൂ. നമ്മുടെ കയ്യിൽ മൊത്തം 5 ഡിജിറ്റ്സ് ഉണ്ട്. 5 ഡിജിറ്റ്സിലെ ഏത് ഡിജിറ്റ് വേണമെങ്കിലും ഈ 3 ബോക്സുകളിൽ എവിടെ വേണമെങ്കിലും കൊടുക്കാം. കാരണം റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. ഇനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം ടോട്ടലി എത്ര വേസ് ഉണ്ടായിരിക്കും? 5 × 5 വേസ് ഉണ്ടായിരിക്കും അല്ലെ? ഇപ്പൊ റെപ്പിറ്റേഷൻ അലൗഡ് ആണെങ്കിൽ മൊത്തത്തിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്ത് വരും? 5³ രീതിയിൽ അറേഞ്ച് ചെയ്യാം. ദാറ്റ് ഈസ് 125 അല്ലെ? 125 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അറേഞ്ച് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി 125 ആണ് ആൻസർ. ഇനി റെപ്പിറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ് അലൗഡ് അല്ലെങ്കിലോ? റെപ്പിറ്റേഷൻ അലൗഡ് അല്ലെങ്കിൽ ഇതേപോലെ നമുക്ക് ഫോം ചെയ്തെടുക്കേണ്ടത് ഒരു 3-digit നമ്പർ ആണ്. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ബോക്സ് വരയ്ക്കുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നമുക്ക് ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലെ? ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, അഥവാ റെപ്പിറ്റേഷൻ ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് എന്തല്ല? അലൗഡ് അല്ല. ഓക്കെ, റെപ്പിറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ്സ് അലൗഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഓരോ ബോക്സുകൾ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു ബോക്സ് ഞാൻ ഈ 5 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പർ വെച്ചുകൊണ്ട് ഈ ബോക്സ് ഫില്ല് ചെയ്തു. ആ ഫില്ല് ചെയ്ത നമ്പർ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇപ്പുറത്തെ ബോക്സ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ഒരു പ്രാവശ്യം വന്ന സാധനം വീണ്ടും വരരുത്. റെപ്പിറ്റേഷൻ എന്തല്ല? അലൗഡ് അല്ല. അപ്പൊ ഈ ബോക്സ് എനിക്ക് 4 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അവിടെ രണ്ടിടത്തും വന്ന നമ്പർ ഫസ്റ്റ് പ്ലേസ്, ഇത് 1th പ്ലേസ്, 10th പ്ലേസ്, 100th പ്ലേസ്. ഓരോ പ്ലേസുകൾ അറിയാമല്ലോ, ഒരു 1, 10, 100, 1000 എന്ന് പറയുന്ന പോലെ ഓരോ പ്ലേസിലും വരാൻ സാധ്യതയുള്ള സംഖ്യകളെ കുറിച്ചാണ് പറയുന്നത്. ഈ 5 നമ്പറിൽ ഏത് നമ്പർ വേണമെങ്കിലും 1th പ്ലേസിൽ വരാം. പക്ഷെ അവിടെ എടുത്ത സാധനം എനിക്ക് എവിടെ എടുക്കാൻ പറ്റില്ല? 10th പ്ലേസിൽ എടുക്കാൻ പറ്റില്ല. അവിടെ എടുത്ത സാധനം എനിക്ക് 100th പ്ലേസിൽ എടുക്കാനും പറ്റില്ല അല്ലെ? അപ്പൊ ഈ ബോക്സ് എനിക്ക് ഇനി 3 രീതിയിൽ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം മൊത്തത്തിൽ എത്ര രീതിയിൽ ഈ സെലക്ഷൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ എന്താണ്? 3 × 4 × 5 വേസിൽ എനിക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും. സോ 3 × 4 12 × 5 എത്രയാണ്? 60 ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി 60. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സി 60 ആണ് ആൻസർ വരുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ റൂൾ ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന സാധനം. അതിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് നോക്കാം. അത് മേ ബി ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സിലബസിൽ അവർ എടുത്ത് പറയുന്നുണ്ട്. സോ മറ്റൊരു ചോദ്യം നോക്കിക്കോളൂ. ഹൗ മെനി 3-digit ഈവൻ നമ്പേഴ്സ് ദാറ്റ് ക്യാൻ ബി ഫോംഡ് ഫ്രം ദ ഡിജിറ്റ്സ് 1, 2, 3, 4, 5, 6 ആൻഡ് ഇഫ് ദ ഡിജിറ്റ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്? ഡിജിറ്റ്സ് എന്ത് ചെയ്യാം? ആവർത്തിച്ച് വരാം, റിപ്പീറ്റ് ചെയ്ത് വരാം അല്ലെ? അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഫോം ചെയ്യേണ്ട സാധനം എന്താണെന്ന് നോക്കാം. ഫോം ചെയ്യേണ്ട സാധനം എന്താണ്?
ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ് നമുക്ക് ഫോം ചെയ്യേണ്ടത് അല്ലെ. ഒരു 3 ഡിജിറ്റ് നമ്പർ ആണ് ഫോം ചെയ്യേണ്ടത്. 3 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? 3 ബോക്സ് വരയ്ക്കാം. ഓക്കെ, 3 ഡിജിറ്റ് നമ്പർ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 ബോക്സ് വരയ്ക്കാം. ഇനി 3 ഡിജിറ്റ് നമ്പർ അല്ല, 3 ഡിജിറ്റ് ഈവൻ നമ്പർ ആണ് അല്ലെ. 3 ഡിജിറ്റ് ആണ്, പക്ഷെ അത് ഈവൻ ആണ്. ഇപ്പൊ ഈവൻ നമ്പറിന് പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഈവൻ നമ്പർ അവസാനിക്കുന്നത് ഒരു ഈവൻ നമ്പറിലായിരിക്കും, ശരിയല്ലേ? ഒരു 3 ഡിജിറ്റ് ഈവൻ നമ്പർ എടുത്താൽ അതിന്റെ വൺസ് പ്ലേസ് അവസാനത്തെ നമ്പർ ഈവൻ നമ്പർ ആയിരിക്കണം. അപ്പൊ ഈ ഒരു വൺസ് പ്ലേസിൽ എനിക്ക് ഫില്ല് ചെയ്യാവുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കുക. നമ്മുടെ കയ്യിലുള്ള നമ്പേഴ്സ് 1 2 3 4 5 6 ഇത്രയും നമ്പേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. അതിനകത്ത് ഈ ഒറ്റയുടെ സ്ഥാനത്ത് വൺസ് പ്ലേസിൽ ഈവൻ വന്നേ പറ്റുള്ളൂ, എങ്കിലേ അത് ഈവൻ നമ്പർ ആവത്തുള്ളൂ. അപ്പൊ ഇവിടെ എനിക്ക് 2 എടുക്കാം, അല്ലെങ്കിൽ 4 എടുക്കാം, അല്ലെങ്കിൽ 6 എടുക്കാം. അപ്പൊ 1 2 3 ഈ ഒരു ബോക്സ് എനിക്ക് 3 രീതിയിലും ഫിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ബാക്കിയുള്ള ബോക്സുകൾ എനിക്ക് ഈ 6 നമ്പേഴ്സിലെ ഏത് നമ്പർ വേണമെങ്കിലും എനിക്ക് ബാക്കിയുള്ള പ്ലേസിൽ എടുക്കാം. കാരണം ഡിജിറ്റ്സ് എന്ത് ചെയ്യാം? റിപ്പീറ്റ് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യത്തില്ലെങ്കിൽ എനിക്ക് ഓൾറെഡി എടുത്ത സാധനം എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവുക. ഇവിടെ ആ പ്രശ്നമില്ല, ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ബാക്കി നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 നമ്പേഴ്സ് ഉണ്ട്. 6 നമ്പറിൽ ഏത് നമ്പർ വേണമെങ്കിലും എനിക്ക് ഈ ബോക്സ് ഫില്ല് ചെയ്യാം. 6 നമ്പറിൽ ഏത് നമ്പർ വേണമെങ്കിലും എനിക്ക് ഈ ബോക്സും ഫില്ല് ചെയ്യാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പക്ഷെ ഒറ്റയുടെ സ്ഥാനത്ത് എനിക്ക് ഈവൻ നമ്പർ കിട്ടേണ്ടത് കൊണ്ട് ഈ 3 നമ്പേഴ്സ് മാത്രം, അതായത് 2 4 6 മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം ഈ നമ്പേഴ്സ് വെച്ചുകൊണ്ട് ഈ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര 3 ഡിജിറ്റ് ഈവൻ നമ്പേഴ്സ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ 3 into 6 into 6. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 6 36 into 3 3 18 8 ശിഷ്ടം 1 9 1 10 108 നമ്പേഴ്സ് ഉണ്ടാക്കാം. സോ ഓപ്ഷൻ ബി 108 ആണ് ആൻസർ വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ ബി 108 ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സെറ്റ് ആണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. മൂവിങ് ഓൺ. ഹൗ മെനി 4-letter codes that can be formed using the first 10 letters of the English alphabet? ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ആദ്യത്തെ 10 ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എത്ര 4-letter കോഡ്സ് ഉണ്ടാക്കാം എന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ നോ ലെറ്റർ റിപ്പീറ്റഡ് ആണ്, അതായത് ഡിജിറ്റുകൾ റിപ്പീറ്റ് ചെയ്ത് വരാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഫോം ചെയ്യേണ്ടത് 4-letter കോഡാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു 4 ബോക്സ് ഇങ്ങനെ വരയ്ക്കും. ഫോം ചെയ്യേണ്ടത് 4-letter കോഡാണ്. അപ്പൊ 4 ബോക്സ് വരയ്ക്കും. ഫസ്റ്റ് 10 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് അല്ലെ. ഫസ്റ്റ് 10 ലെറ്റേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അവിടെ റിപ്പീറ്റ് ചെയ്ത് വരാനും പാടില്ല. അപ്പൊ 10 ലെറ്ററിൽ ഏത് ലെറ്റർ വേണമെങ്കിലും എനിക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, അവിടെ എടുത്ത സാധനം എനിക്ക് ഇപ്പുറത്ത് എടുക്കാൻ പറ്റില്ല. ഈ ബോക്സ് 9 രീതിയിൽ ഫില്ല് ചെയ്യാം, ഈ ബോക്സ് 8 രീതിയിൽ ഫില്ല് ചെയ്യാം, ഈ ബോക്സ് 7 രീതിയിൽ ഫില്ല് ചെയ്യാം. കാരണം ഏത് 10 ലെറ്റേഴ്സിൽ ഏത് ലെറ്റർ വേണമെങ്കിലും എനിക്ക് ഒരു ബോക്സിൽ കൊടുക്കാം. ഞാൻ ഇപ്പുറത്തെ ബോക്സ് എടുക്കുന്ന സമയത്ത് ഓൾറെഡി എടുത്ത സാധനം എടുക്കാൻ പറ്റത്തില്ല, കാരണം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ 2 എണ്ണം ഓൾറെഡി എടുത്തു. അപ്പൊ ബാക്കി 8 എണ്ണത്തിൽ ഏതെങ്കിലും വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം. 3 എണ്ണം ഓൾറെഡി എടുത്തു. ബാക്കി നിൽക്കുന്ന 7 എണ്ണത്തിൽ ഏത് വേണമെങ്കിലും ആദ്യത്തെ പ്ലേസിൽ കൊടുക്കാം. ഇനി ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം മൊത്തത്തിൽ എത്ര രീതിയിൽ ഈ ഒരു അറേഞ്ച്മെന്റ് ചെയ്യാം എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു സെലക്ഷൻ ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? എത്ര രീതിയിൽ ഫോം ചെയ്യാം, എത്ര രീതിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7 into 8 into 9 into 10. ഓക്കെ, 7 into 8 into 9 into 10 എന്തോരുടെ ആൻസർ? സോ 7 into 9 8 72 into 10. ഈ 7 14 4 ശിഷ്ടം 1 7 49 1 50. 5040 ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി. ഓക്കെ, ഓപ്ഷൻ സി 5040 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി 5-digit ടെലിഫോൺ നമ്പേഴ്സ് that can be constructed using the digits 0 to 9, 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് എനിക്ക് എത്ര 5-digit ടെലിഫോൺ നമ്പർ ഉണ്ടാക്കാം? അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. ഓരോ നമ്പറും സ്റ്റാർട്ട് ചെയ്യുന്നത് എത്രയിലാണ്? 67 ആണ്. അപ്പൊ എനിക്ക് ഫോം ചെയ്യേണ്ടത് ഒരു 5-digit ടെലിഫോൺ നമ്പർ ആണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? 5 ബോക്സ് വരയ്ക്കും.
ഓക്കെ, യെസ്. ഒരു 5 ഡിജിറ്റ് ടെലിഫോൺ നമ്പർ ആണ് ഫോം ചെയ്യേണ്ടത്. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ആദ്യത്തെ 2 പ്ലേസ് 6, 7 ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചേക്കുക അല്ലെ. ഫസ്റ്റ് 2 പ്ലേസുകൾ 67 കൊണ്ട് ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ഇനി അവിടെ സെലക്ഷൻ ഇല്ല. അവിടെ ഇനി എന്തില്ല? സെലക്ഷൻ ഇല്ല. ബാക്കിയുള്ള 3 ഡിജിറ്റുകൾക്ക് ഇനി സെലക്ഷൻ വരുന്നുള്ളൂ. സോറി, ഇനി എന്താണ് പെർമ്യൂട്ടേഷൻ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അറേഞ്ച്മെന്റ് ഇനി ബാക്കിയുള്ള 3 പ്ലേസുകൾക്കേ വരുന്നുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ബാക്കിയുള്ള 3 പ്ലേസുകളിൽ ഈ 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ച് നമുക്ക് ഫില്ല് ചെയ്യണം. ഓക്കെ, അവിടെ റെപ്പിറ്റേഷൻ അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട്. നോ ഡിജിറ്റ് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ്. ഒരു പ്രാവശ്യം വന്ന ഡിജിറ്റ് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല. റെപ്പിറ്റേഷൻ ഓഫ് ദ ഡിജിറ്റ്സ് എന്തല്ല അവിടെ അലൗഡ് അല്ല. ഓക്കെ, ഇപ്പൊ 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യണം. നമുക്കറിയാം 0 മുതൽ 9 വരെ എത്ര സംഖ്യകളുണ്ട്? 0 മുതൽ 9 വരെ 10 സംഖ്യകളുണ്ട് അല്ലെ. 0, 1, 2, 3, 4, 5, 6, 7, 8, 9 10 സംഖ്യകളുണ്ട് അല്ലെ. ആ 10 സംഖ്യകളിൽ ഏത് സംഖ്യ വേണമെങ്കിലും എനിക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. ഇവിടെ എടുത്ത താഴെ എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ ബോക്സ് 9 രീതിയിൽ ഫില്ല് ചെയ്യാം. ഈ ബോക്സ് എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 8 രീതിയിൽ ഫില്ല് ചെയ്യാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. How many 5-digit telephone numbers that can be constructed using the digits from 0 to 9 if each number starts with 67 and no digit appears more than once? 720 ആണ്. ഓക്കെ, ഒരു കാര്യം ശ്രദ്ധിച്ചില്ല. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. എന്താണ്? മൊത്തം 10 ഡിജിറ്റ്സ് ഉണ്ട്. 10 എണ്ണത്തിലെ 2 എണ്ണം ഓൾറെഡി എടുത്തല്ലോ. 10 എണ്ണത്തിലെ 2 എണ്ണം ഓൾറെഡി എടുത്തല്ലോ. ഇവന്മാരെ 2 പേരെ നമ്മൾ എടുത്തേക്കല്ലേ. 2 പേരെ ഓൾറെഡി എടുത്തല്ലോടോ. ബാക്കി എത്ര പേരുണ്ട്? ബാക്കി 8 പേരുണ്ട്. ആ 8 പേരിൽ ആരെങ്കിലും വേണമെങ്കിലും ഇവിടെ എടുക്കാം. ഓൾറെഡി എടുത്തത് കൊണ്ട് ബാക്കി 7 പേരിൽ ആരെ വേണമെങ്കിലും ഇവിടെ എടുക്കാം. ബാക്കി നിൽക്കുന്ന 6 പേരിൽ ആരെ വേണമെങ്കിലും ഇവിടെ എടുക്കാം. ഇവിടെ സെലക്ഷൻ ഇല്ല. ടോട്ടലി ഒറ്റ സെലക്ഷനേ ഉള്ളൂ ഇവിടെ. ഇവിടെ ഇനി ഒരു ഫർദർ അറേഞ്ച്മെന്റ് ഇല്ല അല്ലെ. ഫർദർ ആയിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ഇനി ഇല്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ടോട്ടൽ നമ്പർ ഓഫ് വേസ് ഓഫ് ഫോമിംഗ് ടെലിഫോൺ നമ്പേഴ്സ് എന്ന് ചോദിച്ചാൽ എന്ത് വരും? 6 into 7 into 8 എന്താണ്? 6 into 7 into 8. എടാ അത് ശ്രദ്ധിക്കണേ. അറിയാതെ ഞാൻ ആദ്യം ഒരു അബദ്ധം എഴുതി. ഓൾറെഡി 2 എണ്ണം എടുത്ത കാര്യം ഞാൻ ഓർത്തില്ല. ഞാൻ അറിയാണ്ട് 10 എണ്ണം തന്നെ എഴുതിപ്പോയി. സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. അപ്പൊ തന്നെ തിരുത്തിയിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. നമ്മുടെ 10 നമ്പേഴ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. 10 ഡിജിറ്റ്സ് ഉണ്ട്. അതിനകത്ത് 2 എണ്ണം ഫിക്സ് ചെയ്ത് വെച്ചേക്കുക. ആ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിനകത്ത് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. സ്റ്റാർട്ടിങ് വിത്ത് 67 ആയിരിക്കണം. ഇനി ബാക്കിയുള്ള 3 ഡിജിറ്റുകൾ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, ബാക്കിയുള്ള 3 ഡിജിറ്റുകളിൽ ഓൾറെഡി 2 എണ്ണം എടുത്തത് കൊണ്ട് 10 എണ്ണത്തിൽ ബാക്കി 8 എണ്ണം എനിക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ എടുത്ത സാധനം വീണ്ടും എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പുറത്തെ ബോക്സ് 7 രീതിയിൽ, ഇപ്പുറത്തെ ബോക്സ് 6 രീതിയിൽ ഫില്ല് ചെയ്യാം. മൊത്തത്തിൽ എത്ര രീതിയിൽ ഫില്ല് ചെയ്യാം? 6 into 7 into 8 ബേസിൽ എനിക്ക് ഫില്ല് ചെയ്യാം അല്ലെ. സോ 6 into 7 into 8. സോ 6 7 42 അല്ലെ, ഇൻറ്റു 8. ഈ 2 16 6 ശിഷ്ട 1, 4 8 32 1 33. സോ 336. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി 336. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംഭവം തെറ്റാണെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ കോയിൻ ഈസ് ടോസ്ഡ് 3 times. ഒരു കോയിൻ നമ്മൾ എത്ര പ്രാവശ്യം ടോസ് ചെയ്യുന്നു? 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. ആൻഡ് ഔട്ട്കംസ് ആർ റെക്കോർഡഡ്. ഒരു കോയിൻ നമ്മൾ 3 പ്രാവശ്യം ടോസ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഔട്ട്കംസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അങ്ങനെ എത്ര പോസിബിൾ ഔട്ട്കംസ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആദ്യത്തെ പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴത്തേക്കിനും 2 പോസിബിൾ ഔട്ട്കം ഉണ്ട്. രണ്ടാമത്തെ പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴും 2 പോസിബിൾ ഔട്ട്കം ഉണ്ട്. മൂന്നാമത്തെ പ്രാവശ്യം ടോസ് ചെയ്യുമ്പോഴും 2 പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. ശരിയല്ലേ? ഏതൊക്കെയാണോ 2 പോസിബിൾ ഔട്ട്കംസ്? ഒന്നില്ലെങ്കിൽ ഹെഡ് വരാം, അല്ലെങ്കിൽ ടെയിൽ വരാം. ഇപ്പൊ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം മൊത്തം 2 into 2 into 2 ക്യൂബ് പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്. സോ ദ ആൻസർ വിൽ ബിക്കം 8. ഓപ്ഷൻ എ 8 ആണ് ആൻസർ വരുന്നത് അല്ലെ. ഒരു കോയിൻ 3 പ്രാവശ്യം ടോസ് ചെയ്താൽ എത്ര പോസിബിൾ ഔട്ട്കംസ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്ത് പറയും?
8 ആൻസർ വരുന്നത്. എന്താണ് 8 ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഒരു കോയിൻ ജനറലി ഒരു n പ്രാവശ്യം ഒരു കോയിൻ ടോസ് ചെയ്താൽ 2n പോസിബിൾ ഔട്ട്കംസ് ഉണ്ടായിരിക്കും അല്ലെ. ഒരു കോയിൻ n പ്രാവശ്യം ടോസ് ചെയ്താൽ 2n പോസിബിൾ ഔട്ട്കംസ് ഉണ്ടായിരിക്കും. അടുത്ത നോക്കാം. ഗിവൺ 5 ഫ്ലാഗ്സ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. 5 ഫ്ലാഗ് ഉണ്ട് നമ്മുടെ കയ്യിൽ. വ്യത്യസ്തമായ കളറുകളാണ് 5 ഫ്ലാഗുകൾക്കും. ഹൗ മെനി ഡിഫറെന്റ് സിഗ്നൽ ക്യാൻ ബി ജനറേറ്റഡ്. ഈ ഫ്ലാഗുകൾ ഉപയോഗിച്ച് എനിക്ക് എന്തുണ്ടാക്കണം? സിഗ്നൽസ് ഉണ്ടാക്കണം. വ്യത്യസ്തമായ ഡിഫറെന്റ് ആണ്, വ്യത്യസ്തമായ സിഗ്നലുകൾ ഉണ്ടാക്കണം. 2 ഫ്ലാഗുകൾ ഉപയോഗിച്ച് എനിക്ക് സിഗ്നൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഒരെണ്ണത്തിന്റെ മുകളിൽ മറ്റൊന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ റെപ്പിറ്റേഷൻ അലൗഡ് ആണോ അലൗഡ് അല്ലേ എന്ന് പറയുന്നില്ല. പക്ഷെ സാമാന്യ ബോധമുള്ള ഒരാൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ മനസ്സിലാവും, ഡിഫറെന്റ് ആയിട്ടുള്ള 2 കളറുകൾ കാണിച്ചാലേ ഒരു സിഗ്നൽ ആവത്തുള്ളൂ അല്ലെ. സെയിം ആയിട്ടുള്ള 2 കളർ കാണിച്ചാൽ എങ്ങനെയാണോ സിഗ്നൽ ആവുക? ശരിയല്ലേ. ഡിഫറെന്റ് കളർസുള്ള 5 ഫ്ലാഗ് ഉണ്ട്. അതിനകത്ത് 1 ബിലോ ദ അനദർ. അതുകൊണ്ട് ഇങ്ങനെയാണ്, ഇവിടെ ഒരു ഫ്ലാഗ്, അതിന്റെ താഴെ മറ്റൊരു ഫ്ലാഗ്. 5 ഫ്ലാഗിൽ ഏത് ഫ്ലാഗ് വേണമെങ്കിലും എനിക്ക് ഇവിടെ കൊടുക്കാം അല്ലെ. പക്ഷെ ഇവിടെ കൊടുത്ത സാധനം എനിക്ക് താഴെ കൊടുക്കാൻ പറ്റത്തില്ല. ബാക്കി 4 ഫ്ലാഗിൽ ഏതെങ്കിലും ഒന്നേ എനിക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ. എന്നാലേ അത് എന്താവത്തുള്ളൂ? ഒരു സിഗ്നൽ ആവത്തുള്ളൂ. ശരിയല്ലേ. ഡിഫറെന്റ് ആയിട്ടുള്ള സിഗ്നൽസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചോദ്യം. ഒരു സിഗ്നൽ കാണിക്കണമെങ്കിൽ 2 ഫ്ലാഗ് വേണം. ഇപ്പൊ മോളിൽ കാണിച്ച ഫ്ലാഗ് താഴെ കാണിക്കാൻ പറ്റത്തില്ല. കാരണം ഒരു സിഗ്നലിനകത്ത് 2 ഫ്ലാഗ് വേണമെന്ന് ഒരു ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പ്രകാരം 5 into 4 20 ഫ്ലാഗ്സ് ആണ് ആൻസർ വരുന്നത് അല്ലെ. അതിനാല് 20 ഫ്ലാഗ്സ് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. സോ ഓപ്ഷൻ ബി 20 is the required solution. ഓക്കെ, ഓപ്ഷൻ ബി 20 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ വളരെ എളുപ്പമാണ്, ഈസി ആയിട്ട് ആൻസർ ചെയ്ത് പോകാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്നുള്ളതാണ് കേട്ടോ. അടുത്ത പെർമ്യൂട്ടേഷനിലേക്കും കോമ്പിനേഷനിലേക്കും ഒക്കെ പോകുന്നതിന് മുൻപ് ഫാക്ടോറിയലിന്റെ അടിസ്ഥാന ധാരണ ഉണ്ടാവണം. എന്താണ് ഫാക്ടോറിയൽ? അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇപ്പൊ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു n-3 എക്സെട്ര ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതായത് ഏതൊരു സംഖ്യ കിട്ടിയാലും നമുക്ക് ആ സംഖ്യയിൽ നിന്ന് തുടങ്ങി ഒന്ന് കുറച്ച് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒന്ന് കുറച്ച് ഗുണിച്ച് പോകുക എന്ന് പറയും. അങ്ങനെ ഒന്ന് കുറച്ച് ഗുണിച്ച് പോയി അവസാനം 1 വരെ വന്ന് നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? ഫാക്ടോറിയൽ എന്നുള്ള പേരിട്ട് വിളിക്കുക. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കുകയാണ്. 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഇതാണ് 5 ഫാക്ടോറിയൽ. ക്ലിയർ ആണല്ലോ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ശരിയാണല്ലോ. ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചേ. ഈ 4 ഇൻറ്റു മോളിൽ കാണുന്ന ഈ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ഉണ്ടല്ലോ, ഈ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അത് 4 ഫാക്ടോറിയൽ ആണല്ലോ. ശരിയല്ലേ. 5 ഫാക്ടോറിയലിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ശരിയല്ലേ. ആൻഡ് ഓൾസോ 5 ഫാക്ടോറിയലിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ശരിയല്ലേ. സോ ഈ ഒരു ലോജിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ശ്രദ്ധിച്ചിരിക്കണേ. ഇപ്പൊ ജനറലി n ഫാക്ടോറിയൽ ക്യാൻ ബി റിട്ടൺ ആസ് n ഇൻറ്റു n-1 ഇൻറ്റു n-2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതായത് 1 വരെ ഗുണിച്ചു പോകുന്നതിനെയാണ് n ഫാക്ടോറിയൽ എന്ന് വിളിക്കുന്നത്. അപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലെ. 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരിക്കണേ. 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. From that 5 factorial can be written as ഈ 4 into 3 into 2 into 1 ന് പകരം 4 factorial കൊടുക്കാം. 5 into 4 factorial and also 5 into 4 into 3 factorial എന്ന് എഴുതാം. ശരിയാണല്ലോ. ഈ രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാക്ടോറിയലിനെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ഈ രീതിയിലൊക്കെ ഫാക്ടോറിയലിനെ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും.
ഇപ്പൊ ജനറലി നമുക്ക് ഈ എൻ ഫാക്ടോറിയലിനെ ഇപ്പൊ ഇത്ര ആലോചിക്കുക, ഇങ്ങനെ ഒന്ന് കുറച്ച് ഗുണിച്ചു പോകുന്ന സമയത്ത് ഏത് നമ്പറിന്റെ അവിടെ വെച്ച് വേണമെങ്കിലും എനിക്ക് ഫാക്ടോറിയൽ നൊട്ടേഷൻ ഇട്ട് നിർത്താം എന്ന് പഠിച്ചു വെക്കുകയാണ്. എന്താണ്? ഒന്ന് കുറച്ച് ഗുണിച്ചു പോകുന്ന സമയത്ത് ഏത് നമ്പറിന്റെ അവിടെ വെച്ച് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫാക്ടോറിയൽ നൊട്ടേഷൻ ഇട്ട് നിർത്താൻ പറ്റും. അതായത് ഇപ്പൊ 6 ഫാക്ടോറിയൽ എഴുതണം. 6 ഫാക്ടോറിയൽ എനിക്ക് വേണമെങ്കിൽ 6 into 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 6 into 5 into 4 വരെ എഴുതി. എനിക്ക് ഇവിടെ വരെ എഴുതിയാൽ മതി എന്ന് പറയുന്നത് നിർത്തുകയാണെങ്കിൽ ഫാക്ടോറിയൽ ഇട്ട് നിർത്തിയാൽ മതി. 6 into 5 into 4 ഫാക്ടോറിയൽ. ദ എക്സ്പ്രഷൻ ഈസ് കറക്റ്റ്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ എൻ ഫാക്ടോറിയലിനെ അപ്പൊ വേണമെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ക്യാൻസലേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്. അപ്പൊ ഈ ഒരു സിംപ്ലിഫിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഫാക്ടോറിയൽ റിലേറ്റഡ് കൺസെപ്റ്റ് പക്കയായിരിക്കണം. അപ്പൊ ജനറലി നമുക്ക് എന്ത് ചെയ്യാം? ഒരു എൻ ഫാക്ടോറിയലിനെ വേണമെങ്കിൽ എങ്ങനെ എഴുതാം? എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എഴുതാം. ശരിയല്ലേ? അതിനെ തന്നെ വേണമെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഫാക്ടോറിയൽ എഴുതാം. ശരിയാണല്ലോ? അത് തന്നെ വേണമെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇൻറ്റു എൻ മൈനസ് ടു ഇൻറ്റു എൻ മൈനസ് ത്രീ ഫാക്ടോറിയൽ എഴുതാം. ശരിയല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു കൺസെപ്റ്റ് പക്കയായിരിക്കണം കേട്ടോ. ഈ ഒരു കൺസെപ്റ്റ് പക്കയായിരിക്കണം. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ഒരു 6 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 5 ഫാക്ടോറിയൽ വന്നെന്ന് വെച്ചോ. ഓക്കെ, ഒരു എക്സാമ്പിൾ കാൽക്കുലേഷൻ ആണ്. 6 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയലിനെ വേണമെങ്കിൽ 6 into 5 ഫാക്ടോറിയൽ എന്നിടാം. താഴെ ഓൾറെഡി 5 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പൊ അത് രണ്ടും വെട്ടിപ്പോയി. ആൻസർ എന്തായി? 6 ആയി. കണ്ടോ? അപ്പൊ ഇതേപോലെ സിംപ്ലിഫിക്കേഷന് ഹെൽപ്പ് ആവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിംപ്ലിഫിക്കേഷന് ഹെൽപ്പ് ആവും. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് അറിഞ്ഞിരിക്കണം. എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ആണെന്ന് വെച്ചോളൂ. എൻ ഫാക്ടോറിയൽ ബൈ എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എങ്ങനെ സോൾവ് ചെയ്യും? എൻ ഫാക്ടോറിയലിനെ വേണമെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എന്നിടാം. ശരിയല്ലേ? എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ എന്നിടാം. ഡിവൈഡഡ് ബൈ ഒരു എൻ മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ട്. അവന്മാർ തമ്മിൽ വെട്ടിപ്പോവും. ആൻസർ എന്ത് കിട്ടും? എൻ കിട്ടും. പിടികിട്ടിയോ? ആൻസർ എന്ത് കിട്ടും? എൻ കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ ഒരു ലോജിക്കാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. സിംപ്ലിഫിക്കേഷന്റെ സമയത്ത് ഇത് പക്കയായിരിക്കണം കേട്ടോ. സിംപ്ലിഫിക്കേഷന്റെ സമയത്ത് ഇത് പക്കയായിരിക്കണം. പിന്നെ സീറോ ഫാക്ടോറിയൽ ഈസ് ജനറലി ഡിഫൈൻഡ് ആസ് 1. സീറോ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഇത് സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ ആണ്. സീറോ ഫാക്ടോറിയൽ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണേ. അപ്പൊ എന്താണ് ഫാക്ടോറിയൽ എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇനി മൂവിങ് ഓൺ, എന്താണ് പെർമ്യൂട്ടേഷൻസ് എന്ന് പറയുന്നത്? ശ്രദ്ധിച്ചിരിക്കണേ. വാട്ട് ഡു യു മീൻ ബൈ പെർമ്യൂട്ടേഷൻ? പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു അറേഞ്ച്മെന്റ് ആണ്. നമുക്ക് പ്രധാനമായും 2 ടോപ്പിക്സ് ആണ് ചോദ്യങ്ങൾ വരുന്നത്. ഒന്ന് പെർമ്യൂട്ടേഷൻ, 2 കോമ്പിനേഷൻ. ഓക്കെ, അപ്പൊ അതിനകത്ത് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ഇപ്പോഴേ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. കാരണം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് യൂസ് വരും. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് അറേഞ്ച്മെന്റ് ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ് ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള അറേഞ്ച്മെന്റ് ആണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത് സെലക്ഷൻ ആണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സെലക്ഷൻ ആണ്. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അത് അറേഞ്ച്മെന്റ് ആണ്. ഇത് ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിൽ അങ്ങ് പറയണം. പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറേഞ്ച്മെന്റ് ആണ്. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സെലക്ഷൻ ആണ്. ഓക്കെ, അതായത് ഒരു 10 പേര് ഇവിടെ നിൽക്കുകയാണ്. ആ 10 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നിർത്തി അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ആ 10 പേരെ തന്നെ അറേഞ്ച് ചെയ്യണം എന്നില്ല. 10 പേരിൽ ഒരു 3 പേരെ മാത്രമേ അറേഞ്ച് ചെയ്യുന്നുള്ളൂ വെച്ചോ. അപ്പൊ അവിടെയും പെർമ്യൂട്ടേഷൻ ആണ്. ഇനി ആ 10 പേരിൽ നിന്ന് 2 പേര് ഇങ്ങോട്ട് വന്നേ എന്ന് പറയുന്നത് സെലക്ഷൻ ആണ്. ഓക്കെ, 10 പേരിൽ നിന്ന് 2 പേരെ ഇങ്ങോട്ട് എടുക്കുന്നതിന് സെലക്ഷൻ എന്നും, ആ 10 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി നിർത്തുന്നതിനെ അറേഞ്ച് ചെയ്യുന്നതിനെ നമ്മൾ പെർമ്യൂട്ടേഷൻ എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ആദ്യമേ തന്നെ മനസ്സിലാക്കുക. ഒരു കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? കോമ്പിനേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. കുറച്ച് ആൾക്കാരെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പെർമ്യൂട്ടേഷൻ എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ,
അപ്പം ആ ഡെഫിനിഷൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു ബേസിക് ഐഡിയ കൺവേ ആവും. പെർമ്യൂട്ടേഷൻ ഈസ് ആൻ അറേഞ്ച്മെന്റ്. പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു അറേഞ്ച്മെന്റ് ആണ് ഇൻ എ ഡെഫിനിറ്റ് ഓർഡർ ഓഫ് എ നമ്പർ ഓഫ് ഒബ്ജക്ട്സ് ടേക്കൺ സം ഓർ ഓൾ അറ്റ് എ ടൈം. ഞാൻ പറഞ്ഞല്ലോ, ആ 10 പേരിലെ 10 പേരെ എനിക്ക് അറേഞ്ച് ചെയ്ത് നിർത്താം. ഇപ്പൊ ടേക്കൺ ഓൾ അറ്റ് എ ടൈം ആണ്. ആ 10 പേരിലെ ഒരു 3 പേരെ ഞാൻ അറേഞ്ച് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണ് ടേക്കൺ സം അറ്റ് എ ടൈം ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമുല എന്താണെന്നുള്ളത് നമുക്ക് പഠിക്കണം. ഒരു n ആൾക്കാരിൽ നിന്നും p ആൾക്കാരെ, അല്ലെങ്കിൽ ഒരു n ആൾക്കാരിൽ നിന്നും ഒരു r ആൾക്കാരെ, from n number of peoples we are arranging an r number of peoples. From n objects we are arranging r objects. n objectsൽ നിന്നും r objectsനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം? That is NPR. ഇതാണ് പെർമ്യൂട്ടേഷൻ. എന്താണ് NPR? P എന്നുള്ളത് പെർമ്യൂട്ടേഷനെ സൂചിപ്പിക്കുന്നു, n എന്നുള്ളത് മൊത്തം എത്ര പേരുണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നു, r എന്നുള്ളത് എത്ര പേരെ അറേഞ്ച് ചെയ്യുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഇതിന്റെ ഫോർമുലയാണ് നമ്മൾ പഠിക്കേണ്ടത്. NPRന്റെ ഫോർമുല. NPR എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നന്നായിട്ട് ഹൃദയസ്ഥമായിരിക്കണം. NPR is equal to n factorial by n minus r factorial. ഓക്കെ, അപ്പൊ ഇതാണ്, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അതിനെ ഫാക്ടോറിയൽ എന്ന് പഠിച്ചത്. NPR എന്ന് പറഞ്ഞാൽ എന്താണ്? n factorial by n minus r factorial. ഓക്കെ, ഇനി മൊത്തം ആൾക്കാരെ ഇങ്ങനെ സെലക്ട് ചെയ്തെന്ന് വെച്ചോളൂ. ഒരു n ആൾക്കാരിൽ നിന്നും p ആൾക്കാരെ അറേഞ്ച് ചെയ്യുന്നതാണ് NPR. ആ മൊത്തം ആൾക്കാരെ ഞാൻ അറേഞ്ച് ചെയ്യാൻ പോവാം. 10 പേരുണ്ട്, 10 പേരെ അറേഞ്ച് ചെയ്യാം. അപ്പൊ അതെന്ത് വരും? NPN വരും, അല്ലെ? NPN വരും. ഈ ഇക്വേഷനിലോട്ട് കൊടുത്താൽ n factorial by n minus n factorial എന്ന് വരും. അതായത് n factorial by 0 factorial എന്ന് വരും. ശരിയാണല്ലോ? 0 factorial 1 ആണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. 0 factorial എന്താണ്? 1 ആണ്. So this will become n factorial itself. n factorial itself. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ മൊത്തത്തിൽ അറേഞ്ച് ചെയ്യുന്നത്, ഒരു 10 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ 10 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതൊന്ന് പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു 10 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? ആരെങ്കിലും ചോദിക്കുകയാണ്, ഉടനെ വേണം 10 ഫാക്ടോറിയൽ. 5 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 5 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. 7 പേരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? 7 ഫാക്ടോറിയൽ രീതിയിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ ഒരു n ആൾക്കാരെ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാന്ന് ചോദിച്ചാൽ n ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഒരു n ആൾക്കാരെ നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം? n ഫാക്ടോറിയൽ ബേസിൽ. n ഫാക്ടോറിയൽ ബേസിൽ നമുക്ക് ഒരു n ആൾക്കാരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ടേക്കൺ സം അറ്റ് എ ടൈം, ടേക്കൺ ഓൾ അറ്റ് എ ടൈം എന്താണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. അതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. ദിസ് വൺ, പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ്. ഒരു n ഒബ്ജക്ട്സിന്റെ പെർമ്യൂട്ടേഷൻ ടേക്കൺ ഓൾ അറ്റ് എ ടൈം എന്ന് പറഞ്ഞാൽ അത് n ഫാക്ടോറിയൽ ആണ്. അത് നമ്മളിപ്പോ പഠിച്ചു, അല്ലെ? പെർമ്യൂട്ടേഷൻ ഓഫ് n ഒബ്ജക്ട്സ് ടേക്കൺ ഓൾ അറ്റ് എ ടൈം, എല്ലാരെയും എടുക്കുകയാണെങ്കിൽ അത് n ഫാക്ടോറിയൽ ആണ്. 10 പേരെ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ 10 ഫാക്ടോറിയൽ രീതിയിൽ പെർമ്യൂട്ട് ചെയ്യും. 7 പേരെ എത്ര രീതിയിൽ പെർമ്യൂട്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ 7 ഫാക്ടോറിയൽ ബേസിൽ പെർമ്യൂട്ട് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ സെക്കൻഡ് വൺ, ഒരു ടേക്കൺ r അറ്റ് എ ടൈം ആണെങ്കിൽ ഒരു 6 ആൾക്കാരെ എടുക്കുന്നുള്ളൂ. 6 അല്ല, ഈ r. ഓക്കെ, ടേക്കൺ r അറ്റ് എ ടൈം ആണെന്നുണ്ടെങ്കിൽ NPR ആണ്. ദാറ്റ് ഈസ് ഫോർമുല അറിയാലോ, n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. എന്താണ്? n ഫാക്ടോറിയൽ ബൈ n മൈനസ് r ഫാക്ടോറിയൽ. ഇനി ചില ഒബ്ജക്ട്സ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെന്ന് വിചാരിക്കാം. ഒരു ഫസ്റ്റ് കൈൻഡ് P1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, സെക്കൻഡ് കൈൻഡ് P2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി n ഫാക്ടോറിയൽ ബൈ P1 ഫാക്ടോറിയൽ ഇൻറ്റു P2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സെട്ര. ഇതിങ്ങനെ. ഓക്കെ, അതായത് ഓൾറെഡി സെലക്ട് ചെയ്തതിനകത്ത് കുറച്ച് ആൾക്കാർ ഇങ്ങനെയാണ്, എന്താണ്, റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ പേരും ശരത് എന്നാണ്. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കി നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. എനിക്ക് ഈ ഒരു വാക്ക് അറേഞ്ച് ചെയ്യണം. തേർഡ് പോയിന്റ് മനസ്സിലാക്കാനായിട്ടാണ് ഞാൻ ഒരു നെയിം എക്സാമ്പിൾ ആയിട്ട് എടുത്ത് കാണിക്കുന്നത്. ഓക്കെ,
ഇതിനകത്ത് മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ മൊത്തം 6 ഫാക്ടോറിയൽ. 6 ഫാക്ടോറിയൽ ബേസിൽ പ്രഥമ ദൃഷ്ടി അറേഞ്ച് ചെയ്യാം. ഇനി ഇതിനകത്ത് ഒരു ഒബ്ജക്ട് ഓഫ് എ കൈൻഡ് n പ്രാവശ്യം ഒരു P1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് അനദർ ഒബ്ജക്ട് ഒരു P2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അവ എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നോ ആ ഫാക്ടോറിയൽ കൊണ്ട് ഹരിക്കണം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ എസ് റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല, എ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് 2 പ്രാവശ്യം അല്ലെ, ആർ റിപ്പീറ്റ് ചെയ്യുന്നില്ല, ടി റിപ്പീറ്റ് ചെയ്യുന്നില്ല, എച്ച് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എ 2 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, എ 2 പ്രാവശ്യമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. എത്ര പ്രാവശ്യമാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അതിന്റെ ഫാക്ടോറിയൽ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം? ഹരിക്കുക. ഓക്കെ, സോ 6 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ആണ് ഇതിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. അപ്പൊ എന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അറേഞ്ച് ചെയ്തിടുകയാണെങ്കിൽ എനിക്ക് എത്ര അറേഞ്ച്മെന്റ്സ് ഉണ്ടാക്കാം? 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 6 into 5 into 4 into 3 into 2 ഫാക്ടോറിയൽ by 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ പോയി. സോ 6 30 3 12. സോ 360 വാക്കുകൾ എന്റെ പേര് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും. ശരിയല്ലേ? എന്റെ ശരത്ത് എന്നുള്ള പേര് ഉപയോഗിച്ചിട്ട് എനിക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള മീനിങ് ഉള്ളതോ മീനിങ് ഇല്ലാത്തതോ ആയ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള വാക്കുകൾ ഫോം ചെയ്യാം എന്ന് ഒരാളിനോട് ചോദിച്ചാൽ ധൈര്യമായിട്ട് എനിക്ക് എന്ത് പറയാം? 360 വാക്കുകൾ ഫോം ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ 360 വാക്കുകൾ ഫോം ചെയ്തത് ഒരു ഡിക്ഷണറിയിൽ ഞാൻ ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യുവാണെങ്കിൽ ഈ ശരത്ത് എന്നുള്ള വാക്ക് ഈ 360 വാക്കുകളിൽ എത്രാമതാ എന്ന് ചോദിച്ചാൽ അതിനെയാണ് നമ്മൾ റാങ്ക് ഓഫ് എ വേർഡ് ഇൻ ഡിക്ഷണറി എന്ന് പറയുന്നത്. റാങ്ക് അത് കണ്ടുപിടിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെർമ്യൂട്ടേഷനിൽ നിന്ന് സാധാരണ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യം കൂടിയാണ് കേട്ടോ, റാങ്ക് ഓഫ് എ വേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. തേർഡ് പോയിന്റ് നോക്കിക്കേ. തേർഡ് പോയിന്റ്, ഓൾ ആർ അറ്റ് എ ടൈം. ഫസ്റ്റ് കൈൻഡ് ഒരു P1 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു, സെക്കൻഡ് കൈൻഡ് ഒരു P2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര വേർഡ്സ് ഉണ്ടോ അതിന്റെ ഫാക്ടോറിയൽ ബൈ P1 ഫാക്ടോറിയൽ, P2 ഫാക്ടോറിയൽ, P3 ഫാക്ടോറിയൽ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ Pn ഫാക്ടോറിയൽ വരും. എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു അത് അവിടെ വരെ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംഭവം തെറ്റല്ലേ? ഇനി സർക്കുലാർ പെർമ്യൂട്ടേഷൻ, അടുത്തത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. സർക്കുലാർ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ശ്രദ്ധിച്ചിരിക്കണം. കുറച്ച് ആൾക്കാരെ നമ്മൾ ഇപ്പൊ ഒരു ചെയർ ഒരു ലീനിയർ അറേഞ്ച്മെന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഞാനൊരു 5 പേരെ 1 2 3 ഒരു 5 പേരെ ഇരുത്തുവാണെങ്കിൽ അത് 5 ഫാക്ടോറിയൽ ബേസിൽ എടുക്കാം. ഓക്കെ, ഈ 5 പേരെ ഒരു ലീനിയർ അറേഞ്ച്മെന്റിൽ എത്ര രീതിയിൽ പറ്റുമെന്ന് ചോദിച്ചാൽ 5 ഫാക്ടോറിയൽ. 2 ടൈപ്പ് അറേഞ്ച്മെന്റ് ഉണ്ട്, ലീനിയറും ഉണ്ട് സർക്കുലറും ഉണ്ട്. ലീനിയർ ആയിട്ടാണ്, അതാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞത്. 5 ഫാക്ടോറിയൽ ബേസിൽ എനിക്ക് ഒരു 5 പേരെ അറേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഈ 5 പേരെ സർക്കിളിലാണ് ഇരിക്കുന്നതെങ്കിൽ ഇപ്പൊ നമ്മൾ കോൺഫറൻസ് ഒക്കെ പലപ്പോഴും ഇങ്ങനെ റൗണ്ട് ചെയേഴ്സിലാണ് പലപ്പോഴും കൂടാറുള്ളത് അല്ലെ, പരസ്പരം മുഖാമുഖം കണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതേപോലെ ഒരു സർക്കുലർ അറേഞ്ച്മെന്റിലാണ് ഇരുത്തുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 5 ഫാക്ടോറിയൽ അല്ല, ഒരു n ആൾക്കാരെ നമ്മൾ ഒരു സർക്കിളിൽ ഇരുത്തുവാണെങ്കിൽ അത് n-1 ഫാക്ടോറിയൽ ബേസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. നമ്പർ ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് n പേഴ്സൺസ് ഓൺ എ റൗണ്ട് ടേബിൾ എന്ന് പറഞ്ഞാൽ n-1 ഫാക്ടോറിയൽ ആണ്. ഇപ്പൊ ഒരു 5 പേരെ നമ്മൾ ഒരു ലീനിയർ ആയിട്ട് ഇരുത്തുവാണെങ്കിൽ, ഇപ്പൊ ഒരു തിയേറ്ററിൽ ഒരു 5 പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു റോയിൽ ഒരു 5 പേര് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 5 ഫാക്ടോറിയൽ 120 ബേസിൽ എനിക്ക് അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു റൗണ്ട് ടേബിളിലാണ് ഈ 5 പേര് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ 5-1 ഫാക്ടോറിയൽ ബേസിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദാറ്റ് ഈസ് 4 ഫാക്ടോറിയൽ, 24 ബേസിൽ എനിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആ ഒരു ഡിഫറൻസ് നോക്കിക്കേ. നേരെ ഇരിക്കുമ്പോൾ 120 ബേസിൽ അറേഞ്ച്മെന്റ് ചെയ്യാം, പക്ഷെ സർക്കിളിലാണ് ഇരിക്കുന്നതെങ്കിൽ എത്ര ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ? 24 ബേസിലേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.
അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് സർക്കുലർ അറേഞ്ച്മെന്റ്, സർക്കുലർ പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഒരു n ആൾക്കാരെ നമ്മൾ സർക്കിളിൽ ഇരുത്തുവാണെങ്കിൽ എത്ര വേസിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചാൽ n-1 വേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി ഇതേപോലെ തന്നെ ഒരു നെക്ലസില് മുത്തുകൾ ബീഡ്സ് നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സർക്കുലർ പെർമ്യൂട്ടേഷന്റെ ഒരു സർക്കിൾ തന്നെയാണല്ലോ. ഒരു നെക്ലസ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു മാലയിൽ മുത്ത് കോർക്കുന്ന പരിപാടി ഒരു സർക്കിൾ തന്നെയാണ്. ഒബ്വിയസ്ലി അവിടെ ഒരു സർക്കുലർ പെർമ്യൂട്ടേഷന്റെ പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ n-1 ഫാക്ടോറിയൽ നമുക്ക് എന്തായാലും വരും. പിന്നെ അതിന്റെ പകുതിയും കൂടെ നമ്മൾ എടുക്കണം. കാരണം രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്നത് ഡിഫറെന്റ് ആണ്. അപ്പം ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സ് ഉള്ള ബീഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക അല്ലെ നെക്ലസിനകത്ത്. ഇപ്പൊ ഡിഫറെന്റ് കളേഴ്സ് ഉള്ള ഇപ്പൊ ഇവിടുന്ന് പച്ച, നീല, ചുവപ്പാണെന്ന് വിചാരിക്കാം. അപ്പം അവിടുന്ന് നോക്കുമ്പോൾ അത് വേറെ കോമ്പിനേഷൻ, വേറെ കളറാണ് അല്ലെ. ഇവിടുന്ന് നോക്കുന്ന കളേഴ്സ് ആയിരിക്കില്ല അവിടുന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്ന കളറാണ് അല്ലെ. അപ്പൊ അതാണ് പോസിബിലിറ്റി നേരെ പകുതിയാവും. ആ ഒരു സർക്കുലർ പെർമ്യൂട്ടേഷന്റെ പോസിബിലിറ്റി n-1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ അതിന്റെ നേർപകുതിയാവും. നേർപകുതിയാവും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? അതായത് പക്ഷെ സാധാരണ ഇപ്പൊ എന്താണ് ഒരു ചെയറിൽ സർക്കിളിന് കുറച്ച് പേരെ ഇരുത്തുമ്പോ നമ്മളിത് മുകളിൽ നിന്ന് മാത്രമേ നോക്കുകയുള്ളൂ. എത്ര പേരുണ്ട്, എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാം. നമ്മൾ ആ ചെയറിന്റെ അടിയിൽ പോയിട്ട് മണ്ടകോട്ട് നോക്കത്തില്ലല്ലോ. പക്ഷെ മുത്ത് അങ്ങനെയല്ല. ഈ മാലയിലെ മുത്ത് നോക്കുന്നത് അങ്ങനെയല്ല. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം, ഇവിടുന്ന് ഇങ്ങോട്ട്, അവിടുന്ന് ഇങ്ങോട്ട്, ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം. ഓക്കെ. അപ്പം ഈ എന്താണ് സർക്കുലർ പെർമ്യൂട്ടേഷൻ നോർമൽ അറേഞ്ച്മെന്റ് പോസിബിലിറ്റി എത്രയാണോ അതിന്റെ നേർപകുതിയിലേക്കും എന്തിൽ വരുന്നുണ്ടാവുക, ഇതേപോലെ ഒരു നെക്ലസിന്റെ ഒക്കെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ വരുന്നുണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു സാധനമാണ്, ഒരു റൂമിൽ കുറച്ച് ആൾക്കാരുണ്ട്, അവർ പരസ്പരം ഹാൻഡ് ഷേക്ക് ചെയ്തു, അതിന് മൊത്തം എത്ര ഹാൻഡ് ഷേക്സ് ഉണ്ട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അവിടെ ഒക്കെ കോമ്പിനേഷന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് കോമ്പിനേഷൻ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, സോ കോമ്പിനേഷനിലേക്ക് കയറുന്നതിന് മുൻപ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നോട്ട് ഒന്ന് എഴുതി വെക്കുക. ദ നമ്പർ ഓഫ് വേസ് ഇൻ വിച്ച് n+n ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ, n+n different things can be divided into two groups which contain m and n things respectively എന്ന് പറയുന്നത് m+n factorial divided by m factorial into n factorial ആണ്. ഓക്കെ, അതായത് മൊത്തം ഒരു 10 തിങ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാമല്ലോ. ഒരു 7+2 തിങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ തിങ്സ് മൊത്തത്തിൽ എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that 7+2 factorial divided by 7 factorial into 2 factorial ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം, അറേഞ്ച്മെന്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് 7 2 9 വരുന്നുള്ളൂ അല്ലെ. അപ്പൊ 9 തിങ്സ് ഉണ്ടെന്ന് വെച്ചാൽ മതി. നമ്മുടെ കയ്യിൽ ഒരു 9 തിങ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അത് 7+2 രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റും. സോ മൊത്തത്തിൽ അറേഞ്ച്മെന്റ് എന്താണ്, 7+2 9 factorial by 7 factorial into 2 factorial ബേസിൽ എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് ഈ പോയിന്റ് പറയുന്നത്. അടുത്തായിട്ട് നമ്മൾ പഠിക്കുന്നത് കോമ്പിനേഷൻ ആണ് കേട്ടോ, കോമ്പിനേഷൻ. ഓക്കെ, സോ അപ്പം കോമ്പിനേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ ക്ലാസ്സിൽ നിങ്ങൾ പെർമ്യൂട്ടേഷന്റെ എല്ലാ കൺസെപ്റ്റും കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. കോമ്പിനേഷനും കൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് പെർമ്യൂട്ടേഷനും കോമ്പിനേഷനും തമ്മിലുള്ള റിലേഷൻ, അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കോമ്പിനേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ഈ ക്ലാസ്സോട് കൂടി നിങ്ങൾ എന്താണ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, പെർമ്യൂട്ടേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എന്താണ് ഫാക്ടോറിയൽ നൊട്ടേഷൻ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അപ്പൊ അതെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കോമ്പിനേഷൻ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ, സീ.